നമസ്കാരം. കമ്പ്യൂട്ടറുകൾക്ക് നമ്മൾ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു, ശരി. പക്ഷെ ആ നിർദ്ദേശങ്ങൾ എങ്ങനെയാണ് ഈ മെമ്മറിയിലെ ലക്ഷക്കണക്കിന് ഡാറ്റയിൽ നിന്ന് ശരിയായ ഒന്നിനെ കറക്റ്റ് സമയത്ത് കണ്ടെത്തുന്നത്? അത് നല്ലൊരു ചോദ്യമാണ്. ഇത് സോഫ്റ്റ്വെയർ ഹാർഡ്വെയറുമായി എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതെ, നമ്മൾ ശരിക്കും നോക്കുന്നത് ഒരു ഇൻസ്ട്രക്ഷൻ അതിനുവേണ്ട ഡാറ്റയെ എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നാണ്. നിങ്ങളുടെ കുറിപ്പുകളിലാണെങ്കിൽ പ്രധാനമായും 2 ഭാഗങ്ങളുണ്ടല്ലേ? ഉണ്ട്. ഒന്ന് ഇൻസ്ട്രക്ഷൻ സെറ്റ് ഡിസൈൻ. അതെ, നിർദ്ദേശങ്ങൾ എങ്ങനെയുണ്ടാക്കുന്നു എന്നത്. പിന്നെ രണ്ടാമത്തത് അഡ്രസ്സിംഗ് രീതികൾ, ഡാറ്റ കണ്ടുപിടിക്കാനുള്ള വഴികൾ. ഓക്കെ, അപ്പൊ ആദ്യം ഈ ഡിസൈൻ നോക്കാം. ശരി. അതായത് എന്തിനെയാണ് ചെയ്യേണ്ടത് എന്ന്. പിന്നെ ഈ അഡ്രസ്സിംഗ് മോഡും. അതെ, ഓപ്പറാൻഡിനെ എങ്ങനെ കണ്ടെത്തണമെന്നത്. ഈ ഇൻസ്ട്രക്ഷന്റെ നീളം, അതായത് ലെങ്ത്, അതൊരു പ്രധാന വിഷയമാണെന്ന് തോന്നുന്നല്ലേ? തീർച്ചയായും. അതൊരു ട്രേഡ് ഓഫ് ആണ് ശരിക്കും. ഒരു ഇൻസ്ട്രക്ഷനിൽ കൂടുതൽ ഓപ്പറാൻഡുകൾ വെച്ചാൽ ഒരു ജോലി തീർക്കാൻ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് മതിയാകും. ശരിയാണ്, പ്രോഗ്രാം ചെറുതാകും. പക്ഷേ ഓരോ ഇൻസ്ട്രക്ഷനും വലുതാകും, കൂടുതൽ കോംപ്ലക്സ് ആകും. അപ്പൊ പ്രോസസ് ചെയ്യാൻ പാടാണോ? പാടാണെന്നല്ല, അതിന് അതിൻ്റെതായ രീതികളുണ്ട്. ഉദാഹരണത്തിന് ഈ RISC കമ്പ്യൂട്ടറുകളിലെ റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ്. അതെ, അവര് ചെറിയ സിമ്പിൾ ഇൻസ്ട്രക്ഷൻസ് ആണ് ഉപയോഗിക്കുക. അത് വേഗത്തിലോടും. പക്ഷേ ഒരു വലിയ കാര്യം ചെയ്യാൻ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് വേണ്ടിവരും. ഓഹോ, അപ്പൊ CISC കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻ സെറ്റ് അതിൽ തിരിച്ചായിരിക്കും. അതെ, ഒരു ഇൻസ്ട്രക്ഷൻ തന്നെ ചിലപ്പോൾ പല കാര്യങ്ങൾ ചെയ്യും. അത് പ്രോഗ്രാം എഴുതുന്ന ആൾക്ക് എളുപ്പമായിരിക്കും, പക്ഷേ പ്രോസസ്സറിന് അത് ഡീകോഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ കുറച്ചുകൂടി പണിയുണ്ടാവും. ഈ ഓപ്കോഡിനും ഓപ്പറാൻഡിനും എത്ര ബിറ്റ് കൊടുക്കണമെന്നതും പ്രധാനമാണെന്ന് കുറിപ്പിൽ പറയുന്നുണ്ടല്ലോ. രജിസ്റ്റർ അഡ്രസ്സിംഗ് ആണെങ്കിൽ കുറച്ചു ബിറ്റ് മതി, കാരണം കുറച്ച് രജിസ്റ്ററുകളേ ഉള്ളൂ. എന്നാൽ മെമ്മറി അഡ്രസ് ആണെങ്കിലോ? മെമ്മറി അഡ്രസ് ആണെങ്കിൽ ഒരുപാടെണ്ണം വരാം, അപ്പോ കൂടുതൽ ബിറ്റുകൾ വേണ്ടിവരും. ശരി. ഇത് നമ്മളെ അടുത്ത പ്രധാന വിഷയത്തിലേക്ക് എത്തിക്കുന്നു, അഡ്രസ്സിംഗ് രീതികൾ. അതെ, ഡേറ്റയെ കണ്ടെത്താനുള്ള പല വഴികൾ. നിങ്ങളുടെ കുറിപ്പുകളിൽ കുറേ എണ്ണമുണ്ട്. നമുക്ക് ചില രസകരമായവ നോക്കാം. ഈ ഇംപ്ലൈഡ് മോഡ് എന്താണ്? ഇംപ്ലൈഡ് മോഡ് പേരുപോലെ തന്നെ. ഓപ്പറാൻഡ് ഏതാണെന്ന് ഇൻസ്ട്രക്ഷനിൽ പറയേണ്ട കാര്യമില്ല, അത് അതിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്. ഉദാഹരണം, നിങ്ങളുടെ കുറിപ്പുകളിലെ CPLA, അതായത് കോംപ്ലിമെന്റ് അക്യുമുലേറ്റർ, അല്ലെങ്കിൽ ഇൻക്രിമെന്റ് അക്യുമുലേറ്റർ, അവിടെ ഓപ്പറേഷൻ അക്യുമുലേറ്ററിലാണ് നടക്കുന്നത് എന്ന് പ്രോസസ്സറിന് ഓൾറെഡി അറിയാം. വേറെ അഡ്രസ് വേണ്ട. ഓക്കെ, സിമ്പിൾ. അടുത്തത് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ്. ഇമ്മീഡിയറ്റ്. ഇവിടെ ഡേറ്റ ഇൻസ്ട്രക്ഷന്റെ കൂടെ തന്നെയുണ്ടാകും. ലോഡ് AC #20 എന്ന പോലെ. ആ ഹാഷ്ടാഗ് ആണോ അത് സൂചിപ്പിക്കുന്നത്? അതെ, ആ 20 എന്ന വാല്യൂ നേരിട്ട് അക്യുമുലേറ്ററിലേക്ക് ലോഡ് ചെയ്യും. കോൺസ്റ്റന്റ് വാല്യൂസിനൊക്കെ ഇത് എളുപ്പമാണ്. പക്ഷേ ഡേറ്റ മാറുന്നതാണെങ്കിലോ? അപ്പോൾ ഡയറക്റ്റ് അഡ്രസ്സിംഗ് ഉപയോഗിക്കാം. ലോഡ് AC 200. ഇവിടെ 200 എന്നത് ഡേറ്റയല്ല, മെമ്മറിയിലെ അഡ്രസ്സാണ്. 200 എന്ന ലൊക്കേഷനിൽ പോയി ഡേറ്റ എടുക്കുന്നു. സ്ട്രേറ്റ് ഫോർവേഡ്. അതെ. എന്നാൽ പിന്നെന്തിനാണ് ഈ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ്? ലോഡ് AC @200 എന്ന് പറയുമ്പോൾ ആ ബ്രാക്കറ്റ് ഒരു സൂചനയാണ്. ഇവിടെ 200 എന്ന ലൊക്കേഷനിൽ ഡേറ്റ അല്ല ഉള്ളത്. പിന്നെയോ? അവിടെ ഡേറ്റയുടെ യഥാർത്ഥ അഡ്രസ്സാണുള്ളത്. ഒരു ഒരു പോയിന്റർ പോലെ. ഓഹോ, അപ്പൊ ആദ്യം 200ലേക്ക് പോണം, അവിടെയുള്ള അഡ്രസ് ഉദാഹരണത്തിന് 350 എടുക്കണം, എന്നിട്ട് 350ലേക്ക് പോണം ഡേറ്റ കിട്ടാൻ. എന്തിനായി അധിക സ്റ്റെപ്പ്? ഇതാണ് ഫ്ലെക്സിബിലിറ്റി തരുന്നത്. നിങ്ങളുടെ കുറിപ്പുകൾ പറയുന്നത് പോലെ പോയിന്ററുകൾക്ക് ഇത് വളരെ പ്രധാനമാണ്. പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ഡേറ്റയുടെ സ്ഥാനം മാറാൻ സാധ്യതയുണ്ടെങ്കിൽ നമുക്ക് ആ സ്ഥാനം അപ്ഡേറ്റ് ചെയ്യേണ്ടത് 200 എന്ന ലൊക്കേഷനിൽ മാത്രം മതി. ഇൻസ്ട്രക്ഷൻ മാറ്റേണ്ട. കൊള്ളാം. ഇനി രജിസ്റ്റർ അഡ്രസ്സിംഗ്, LDR1. അത് വളരെ വേഗതയുള്ളതാണ്, കാരണം ഡേറ്റ CPUവിന്റെ ഉള്ളിലെ രജിസ്റ്ററിൽ തന്നെ ഇരിപ്പാണ്, മെമ്മറിയിൽ പോകേണ്ട. അപ്പോൾ രജിസ്റ്റർ ഇൻഡയറക്റ്റ്, LDR1. അത് ഇൻഡയറക്റ്റ് പോലെ തന്നെ, പക്ഷേ മെമ്മറി ലൊക്കേഷന് പകരം ഒരു രജിസ്റ്ററിലാണ് R1 ഡേറ്റയുടെ അഡ്രസ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മെമ്മറി ആക്സസ് ഒന്ന് കുറഞ്ഞു കിട്ടും. അതെ,
അപ്പോൾ കുറച്ചുകൂടി വേഗത കൂടും സാധാരണ ഇൻഡയറക്റ്റിനേക്കാൾ. ഇനി ഈ ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് LDADR XR ഉണ്ടല്ലോ, അതെന്താണ്? അവിടെ ഒരു ബേസ് അഡ്രസ്സും ഒരു ഇൻഡെക്സ് രജിസ്റ്ററും ഉണ്ട്. രണ്ടും കൂടി കൂട്ടിയിട്ടാണ് യഥാർത്ഥ അഡ്രസ്സ് കിട്ടുന്നത്. ഇതിന്റെ ഉപയോഗം? ഇത് ശരിക്കും പറഞ്ഞാൽ അറേകൾ പോലെയുള്ള ഡേറ്റ സ്ട്രക്ചറുകൾ ആക്സസ് ചെയ്യാൻ കിടുവാണ്. നിങ്ങളുടെ കുറിപ്പുകളിലും അത് പറയുന്നുണ്ട്. എങ്ങനെയെന്ന് പറയാമോ? ഇൻഡെക്സ് രജിസ്റ്ററിലെ വാല്യൂ മാറ്റിയാൽ മതി. 0 ആകുമ്പോൾ അറേയിലെ ആദ്യത്തെ എലമെന്റ് കിട്ടും, 1 ആകുമ്പോൾ രണ്ടാമത്തേത്, അങ്ങനെ. ബേസ് അഡ്രസ്സായ ADR മാറുന്നില്ല. ഒരേ ഇൻസ്ട്രക്ഷൻ വെച്ച് അറേയിലൂടെ മൊത്തം പോകാം. ഓ, അത് വളരെ പവർഫുള്ളാണ് പ്രോഗ്രാമിംഗിൽ. അതെ അതെ. അവസാനമായിട്ട് സ്റ്റാക്ക് അഡ്രസ്സിംഗ്. സ്റ്റാക്ക് ലൈഫോ തത്വം, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. പുഷ് വെച്ച് ഡേറ്റ സ്റ്റാക്കിലേക്കിടുന്നു, പോപ്പ് വെച്ച് എടുക്കുന്നു. ഒരു സ്റ്റാക്ക് പോയിന്റർ SP ഇതിനെ നിയന്ത്രിക്കുന്നു. ശരിയാണ്. ഇവിടെയും ഓപ്പറാൻഡുകൾ എവിടെയാണെന്ന് ഇൻസ്ട്രക്ഷനിൽ പറയേണ്ടതില്ല. അവ സ്റ്റാക്കിന്റെ മുകളിലായിരിക്കും എന്ന് അനുമാനിക്കാം. അതുകൊണ്ട് സീറോ അഡ്രസ് ഇൻസ്ട്രക്ഷനുകൾ ഇത് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നു. അതെ, കറക്റ്റ്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻ ഡിസൈൻ ചെയ്യുമ്പോൾ നീളം, അതിന്റെ കഴിവ്, സങ്കീർണത ഇതൊക്കെ ബാലൻസ് ചെയ്യണം. അഡ്രസ്സിംഗ് മോഡുകളാണെങ്കിൽ ഡേറ്റയെ കണ്ടുപിടിക്കാൻ ഒത്തിരി വഴികൾ തരുന്നു. സിമ്പിൾ ഇമ്മീഡിയറ്റ് മുതൽ, എന്താ പറയുക, ഇൻഡയറക്റ്റ്, ഇൻഡെക്സ്ഡ് പോലുള്ള ഫ്ലെക്സിബിൾ വഴികൾ വരെ. അതെ. അപ്പോ ഇതൊക്കെ അറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണ് ഗുണമെന്ന് ചോദിച്ചാൽ, പ്രോഗ്രാമുകൾ എങ്ങനെയാണ് ഈ മെമ്മറിയെ ഇത്ര കാര്യക്ഷമമായി ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. തീർച്ചയായും ഓരോ രീതിക്കും അതിൻ്റെതായ സ്പീഡ്, ഫ്ലെക്സിബിലിറ്റി, ഇൻസ്ട്രക്ഷൻ സൈസ്, ഇതിലൊക്കെ ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. ശരിയാണ്. ഏത് തിരഞ്ഞെടുക്കണം എന്നത് ചെയ്യുന്ന ജോലിയും കമ്പ്യൂട്ടറിന്റെ ആർക്കിടെക്ചറും റിസ്ക് ആണോ സിസ്ക് ആണോ എന്നതൊക്കെ അനുസരിച്ചിരിക്കും. നിങ്ങളുടെ കുറിപ്പുകൾ അത് വ്യക്തമാക്കുന്നുണ്ട്. അപ്പോ ഇതാ നിങ്ങൾക്കായി ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു ചിന്ത. നമ്മളീ പറഞ്ഞ പലതരം അഡ്രസ്സിംഗ് രീതികളുണ്ടല്ലോ. നിങ്ങൾ ദിവസവും ഉപയോഗിക്കുന്ന ഒരു വലിയ സോഫ്റ്റ്വെയർ, ഒരു ഗെയിം ആകാം, അല്ലെങ്കിൽ ഒരു ഫോട്ടോ എഡിറ്റർ ആകാം. അതിൻ്റെയൊക്കെ വേഗതയും പെർഫോമൻസിനെയുമൊക്കെ അതുണ്ടാക്കിയ ആൾക്കാർ തിരഞ്ഞെടുത്ത ഈ അഡ്രസ്സിംഗ് മോഡുകൾ എങ്ങനെയായിരിക്കും സ്വാധീനിച്ചിട്ടുണ്ടാവുക? ഒന്ന് ആലോചിച്ച് നോക്കൂ.